പാതിവില തട്ടിപ്പ് കേസിൽ പറവൂരിലെ കേസിൽ ഉൾപ്പെട്ടവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. പറവൂർ സ്റ്റേഷനിൽ മാത്രം 1200 കേസുകളാണുള്ളത്. 15 കോടിയുടെ തട്ടിപ്പ് പറവൂരിൽ നടന്നതായി പോലീസിന്റെ വിലയിരുത്തൽ. ഇരുചക്രവാഹന തട്ടിപ്പ് കേസിൽ പ്രതികളായ പറവൂരിലെ ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എൻ മധു, സെക്രട്ടറി CG മേരി എന്നിവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ 3 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. തുടർച്ചയായി 3 ദിവസം പോലീസിന് ഇവരെ ചോദ്യം ചെയ്യാം. അറസ്റ്റ് ചെയ്താൽ അന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണമെന്നും ജാമ്യഹർജി പരിഗണിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ ഗൃഹോപകരണങ്ങളും മറ്റും പാതിവിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം നഷ്ടമായവർ നിരവധിയാണ്. പറവൂർ താലൂക്കിലും പുറത്തുള്ളവരും ജനസേവാ സമിതി ട്രസ്റ്റ് മുഖേനയാണ് പണം നൽകിയത്. ഡോക്ടർ എൻ മധു, CG മേരി, ഡോക്ടർ ശശിധരൻ എന്നിവരുടെ പേരിലുള്ള ജനസേവാ സമിതി ട്രസ്റ്റിന്റെ സംയുക്ത അക്കൗണ്ടിലൂടെയാണ് ആളുകൾ പണമടച്ചത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പറവൂർ സ്റ്റേഷനിൽ 1200 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 15 കോടി രൂപയുടെ തട്ടിപ്പ് പറവൂരിൽ മാത്രം നടന്നെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. പണം നഷ്ടപ്പെട്ടവർ ചേർന്ന് ആക്ഷൻ കൗൺസിലിനും രൂപം നൽകിയിട്ടുണ്ട്. ഡോക്ടർ മധുവിന്റെ ആശുപത്രിയിലേക്ക് പണം നഷ്ടപ്പെട്ട സ്ത്രീകൾ പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു. ഡോക്ടർ മധുവുമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യണമെന്നും ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നുമാണ് തട്ടിപ്പിനിരയായവരുടെ ആവശ്യം. ഇപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ അടുത്ത ദിവസം പറയട്ടെ, ഞങ്ങൾക്ക് അനന്തകൃഷ്ണനായിട്ട് പരിചയമില്ല, ഞങ്ങൾ മറ്റാൾക്കാർ വഴിയാണ് ഇതിലേക്ക് ഞങ്ങൾ ബന്ധപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ CI ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ അകത്ത് കയറി വന്നിട്ട് പറഞ്ഞത് ഇല്ല, ഇവരായിട്ട് സംസാരിക്കാൻ പാടില്ല, ഈ ഇതില് പോലീസ് ഡോക്ടറെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അതിന്റെ മറ്റു കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവർക്ക് മുൻകൂർ ജാമ്യത്തിനുള്ള അപ്പൊ പൂർണ്ണമായിട്ട് പോലീസും ഇപ്പോൾ ഡോക്ടറിനെ സഹായിക്കും. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.